സർപ്രൈസ് തരാന്ന് വിചാരിച്ചു വന്നു, പക്ഷെ രാവിലെ ഞാൻ കണ്ടുപിടിച്ചു. വലിയ ട്രാഫിക്കിനിടയ്ക്ക് ഞാൻ കണ്ടുപിടിച്ചു. വിജീഷേട്ടൻ അല്ല അമ്മു എന്നെ കൈവഴി കാണിച്ചു. അപ്പൊ ഞാൻ സബ്സ്ക്രൈബ് ഞാൻ വിചാരിച്ചു എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞങ്ങള് വിജീഷിന്റെ അനിയന്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് മീറ്റ് ചെയ്താണ്. ഞാൻ പറയാതെ വരാ കാണാതെ വരാം അവിടെ വന്നിട്ട് കൊടുക്കാന്ന് വെച്ചു. എല്ലാം പൊളിഞ്ഞു. അതില്ലാതെ ഞാൻ കട വന്ന് തുറന്നു. കറക്റ്റ് ടൈം കടയുടെ മുന്നിൽ. കുഞ്ഞുങ്ങളൊന്നും വന്നിട്ടില്ല. കുഞ്ഞുങ്ങൾ വന്നിട്ടില്ല. കുഞ്ഞുങ്ങളെ വീട്ടില് രണ്ടുപേരെ വന്നിട്ട് ഹോസ്പിറ്റലിൽ വരെ പോയി നേരെ ഇങ്ങോട്ട് പോകാം. കേൾക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല, പക്ഷെ കേട്ടില്ലെങ്കിൽ ഞങ്ങൾ വോയിസ് ലൈവ് ഇരുന്നിട്ട് കേൾക്കുന്നില്ല. ഇന്ന് ലൈവിലോട്ട് കുറച്ച് കുറയും. കേൾക്കുന്നില്ല. ഹലോ ചെലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് എനിക്ക് തോന്നുന്നു തിരുവല്ലയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് ചങ്ങനാശ്ശേരി പോയിക്കൊണ്ടിരിക്കുകയാണ് വിജീഷിൻ്റെ വീട്ടിലോട്ട് കേട്ടോ. ഇന്ന് വിജീഷിൻ്റെ അനിയൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഈവനിങ് ആണ് ഫംഗ്ഷൻ കേട്ടോ. അപ്പോൾ അവൻ തന്നെ രാവിലെ വന്ന് എന്നെ കൂട്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഒരു 8 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ രാവിലെ വലിയ തിരക്കൊന്നും കാണുന്നില്ല, കടകളെല്ലാം തുറന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല എന്താ പറയുക, തിരക്കുകളൊന്നും ഇല്ലാത്ത ഒരു ഇത്. അപ്പോൾ കുഞ്ഞു കാഴ്ചകൾ നിങ്ങളിലൂടെയും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചു. വലിയ ഇതൊന്നും ഇല്ല എങ്കിലും ചുമ്മാ കുഞ്ഞു കാഴ്ചകൾ നിങ്ങളോട് എത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ പൊടിയുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം അവരുടെ വീടിൻ്റെ അങ്ങോട്ട് എത്താറായിട്ടുണ്ട്. അവരുള്ളത് വാഴപ്പള്ളിയാണ് കേട്ടോ. വാഴപ്പള്ളി, എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് എപ്പോഴും മറന്നു പോവും. അവനുള്ളത് വാഴപ്പള്ളിയിലാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്കുട്ടിയെ ഇത്രയും ദിവസം കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് വിട്ട് വരുമ്പോൾ ചേച്ചി ഇങ്ങനെ എന്നെ നോക്കുമായിരുന്നു കേട്ടോ. റോട്ടിൽ നിന്നിട്ട് ഞാൻ ഈ തല എത്തുന്നവരെ എന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു. എൻ്റെ ചേച്ചിക്കുട്ടിക്ക് അത്രയും ദിവസം നിന്ന് വീണ്ടും ഞാൻ നാളെ തിരിച്ചു പോകും, എങ്കിലും ചേച്ചിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം കൂടെ ഉണ്ടായിട്ടേ പെട്ടെന്ന് ഒരു ദിവസത്തിന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ വിഷമം ഉണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി. ഞാനും വിജീഷും കൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല വിഷമമുണ്ടായിരുന്നു ചേച്ചിക്കുട്ടിക്ക്, പാവം. ഞാൻ ചെന്നൈക്ക് പോകുന്നൊരു ഫീലായിരുന്നു എനിക്ക് ചേച്ചിയുടെ മുഖത്ത് കണ്ടത് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമം തോന്നി. പക്ഷെ ഞാനവിടെ കാണിക്കാൻ നിന്നില്ലായിരുന്നു. അങ്ങനെ ഇതാ വിജീഷിൻ്റെ വീടിൻ്റെ അവിടെ എത്താറായി. എന്താണ് വേറെ എന്താണെന്ന് ചോദിച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നാട്ടിൽ വന്നിട്ട് ഇത്രയും ദിവസമായത് അറിഞ്ഞില്ല. അങ്ങനെയൊക്കെ. പിന്നെ പ്രത്യേകിച്ച് വേറെ എന്താ പറയുകയെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഈ വഴികൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഒന്നുകൂടെ കാണിക്കാമെന്ന് കരുതി ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ, ചുമ്മാ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് കാണുന്നവർ ലൈക്ക് അടിച്ചുകൊണ്ട് വീഡിയോസ് കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക കേട്ടോ. അത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. എന്താ ഇങ്ങനെ പറയണമെന്ന് പറയില്ല. അതേപോലെ തന്നെ മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോസ് കാണുമ്പോൾ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തുകൊണ്ട് കാണാം. അത്രേ പറയാനുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ മുന്നിലോട്ടൊരു വീഡിയോസ് എത്തുമ്പോൾ അതിൽ അത്യാവശ്യം ഒരു വ്യൂ ഉണ്ടെങ്കിൽ അതിന് എനിക്കൊരു സന്തോഷമല്ലേ എന്ന് കരുതി അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതൊരു യൂട്യൂബർ, എനിക്ക് പേര് മറന്നുപോയി, ഒരു യൂട്യൂബറുടെ വീടാണ് കേട്ടോ.
ആളവിടെ ഉണ്ടായിരുന്നു. ആൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും വിജേഷും കൂടെ ഇങ്ങനെ പറയുമായിരുന്നു ആളിങ്ങനെ നോക്കണമെന്ന്. ഹലോ ചെല്ലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിങ്ങനെ വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരി. കൂടെ അമ്മൂസുണ്ട്, വിജീഷുണ്ട്, നായകൻ. ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന ശേഷം വീട്ടിൽ വന്നിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ടിറങ്ങിയത് അവിടെ വേറൊരു സാധനമുണ്ട്. എനിക്കതിനെ കണ്ടാലേ പേടിയാണ്. അതാ ഹാപ്പി ഹാപ്പി ഹാപ്പി. ഓക്കെ, അപ്പൊ ഞങ്ങളൊന്ന് എവിടേക്കാ പോണപ്പോ നമ്മൾ വിജീഷ്? എന്തിനു പോന്നു? ഗ്രൂമിങ്ങിന് പോകണം. ഗ്രൂമിങ്ങിന്. അങ്ങനെ ഇതാ കുറേ നാളിന് ശേഷം നമ്മുടെ അമ്മൂസ് വന്ന ഉടനെ മീനുവിനെ ചോദിച്ചത് മീനു എവിടെ എന്ന്. അങ്ങനെ ഇനി നമുക്കവിടെ പോകുമ്പോൾ കാണാവേ. പിന്നെ എനിക്ക് ഇത്തിരി പണിയും കൂടി ഉണ്ട്, അതുകൂടെ ചെയ്യാന്ന് ചോദിച്ചതിൻ്റെ കൂടെ. ഇറങ്ങാൻ പറ്റുന്നില്ലേ? ദൂരത്ത് നിന്ന് അടുത്ത് വരരുത് കേട്ടോ. അങ്ങനെ വൈകിട്ട് നമ്മളിപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ഹാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ തോന്നുന്നുണ്ട്, എനിക്കത്ര അറിയത്തില്ല. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കാണാം. പിന്നെ എനിക്കിവിടെ വന്നപ്പോൾ എന്തോ ഒരു ഒറ്റപ്പെട്ട ഫീൽ തോന്നി. അതെന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിച്ചാൽ അതെനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ വന്ന് കേക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൂസും കുഞ്ചൂസും വന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഹാപ്പി ആയി കേട്ടോ. അതുവരെ എനിക്ക് കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. അങ്ങനെ ഈ വീഡിയോസൊക്കെ എനിക്ക് എടുത്തതെന്ന് വിജീഷ് തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ മൊബൈൽ അവൻ്റെ അടുത്ത് കൊടുത്തു, കുറച്ച് വീഡിയോസ് എന്തെങ്കിലും എടുത്തു തരാൻ പറഞ്ഞു. അങ്ങനെ എടുത്തു തന്ന വീഡിയോസുകളാണ് ഇപ്പം നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത്. എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. 2 മനുഷ്യരാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ആ ഒരു ഡ്രസ്സ് നമുക്ക് ധരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം കഷ്ടമുണ്ടെന്നുള്ളത് അല്ലേ. പക്ഷെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു ക്യൂട്ട്നെസ് അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കാണിക്കുന്നതെന്ന് നമ്മളിൽ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടാവും അല്ലേ. പക്ഷെ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ എന്നെ ഫസ്റ്റ് ഒരാൾക്ക് കാണുമ്പോൾ ഭയങ്കര ഹെഡ് വെയ്റ്റും ജാടയായിട്ട് ഫീൽ ചെയ്യായിരിക്കാം. അത് എൻ്റെ തെറ്റേ അല്ല കേട്ടോ. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവരോട് അതുപോലെ അങ്ങോട്ട് സംസാരിക്കും. നമ്മളോട് ഒരു അകൽച്ച കാണിക്കുന്ന ആരായാലും ഞാനും ആ ഒരു ഞാൻ ഇതാവാറുണ്ട്. കാരണം എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഞാൻ എന്താണെന്നറിയാം, എന്നെ മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ എന്താണെന്നറിയാം. ഞാൻ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പെട്ടെന്ന് ഒരാളുടെ അടുത്ത് അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കുന്ന ഒരു ടൈപ്പല്ല ഞാൻ. ഇങ്ങോട്ട് ചോദിച്ചാൽ അതിന് ഉത്തരം പറയും, അത്രയേ ഉള്ളൂ. പിന്നെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരടുത്ത് മാത്രമേ ഞാൻ അത്രയും ഫ്രീയോട് കൂടിയിട്ടും അത്രയും ഫ്രീഡത്തോട് കൂടിയിട്ടും സംസാരിക്കാറും ഇതാവാറുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഈ ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ടാവും. നല്ല രസമല്ലേ, എന്ത് രസമാണ് നോക്കൂ. അപ്പോൾ അവിടെ കൊച്ചുങ്ങളായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഹലോ ഗായ്സ്, വി ആർ ഇൻ ലവ് ഫാമിലിയെ കണ്ടുമുട്ടിയിരിക്കുന്നു. കുഞ്ചൂസിന് ചിരിക്കാൻ വയ്യ. അതെ, കഴുത്തൊരു ചെറിയ ഉടുക്ക് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു ഗായ്സ്. സർപ്രൈസ് തരാന്ന് വിചാരിച്ചു വന്ന, പക്ഷേ രാവിലെ ഞാൻ കണ്ടുപിടിച്ചു. ട്രാഫിക്കിനിടയ്ക്ക് ഞാൻ കണ്ടുപിടിച്ചു. വിജീഷേട്ടർ അല്ല അമ്മു എന്നെ കൈ പോയി കാണിച്ചു. അപ്പൊ ഞാൻ സബ്സ്ക്രൈബ് ഞാൻ വിചാരിച്ചു എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ചോദിച്ചു മനസ്സിലായിട്ടുണ്ടാവില്ലെന്ന് വിചാരിച്ചു. ഞങ്ങള് വിജീഷിന്റെ അനിയന്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് മീറ്റ് ചെയ്താണ്. ഞാൻ പറയാതെ കാണാതെ വരാം അവിടെ വന്നിട്ട് കൊടുക്കാന്ന് വെച്ചിട്ട് എല്ലാം പൊളിഞ്ഞു. അതില്ലാതെ ഞാൻ കട വന്ന് തുറന്നു. കറക്റ്റ് ടൈം കടയുടെ മുന്നിൽ
കുഞ്ഞുങ്ങളൊന്നും വന്നിട്ടില്ല. കുഞ്ഞുങ്ങൾ വന്നിട്ടില്ല. കുഞ്ഞുങ്ങളെ വീട്ടില് രണ്ടുപേരെ വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വരെ പോയി നേരെ ഇങ്ങോട്ട് പോകാം. താമസിച്ചാണ് ഓടിപ്പോകുന്നത്. കേൾക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല, പക്ഷെ കേൾക്കാതിരിക്കും. കേട്ടില്ലെങ്കിൽ ഞങ്ങൾ വോയിസ് ഇരുന്നിട്ട് കേൾക്കുന്നില്ല. ലൈവിലോട്ട് കുറച്ച് കുറയും. കേൾക്കുന്നില്ലേ? കേൾക്കാതിരിക്കില്ല. സൗണ്ട് കത്തിക്കത്തിന് സൗണ്ടൊക്കെ. നമ്മുടെ മൽഹാർ വി കൃഷ്ണയുടെ ഒരാഘോഷം, ജീവിതത്തിലെ ആദ്യത്തെ ആഘോഷമാണിന്ന്. അവന്റെ 1ാം പിറന്നാൾ. അതിനായി കുടുംബത്തോടൊപ്പം ആഘോഷിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഏവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേക്ക് കട്ടിംഗ് സെറമണിയാണ്. അതിനായി മൽഹാറിനെയും കുടുംബത്തെയും സ്റ്റേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുഞ്ഞിനല്ലായിരുന്നു, നമുക്ക് ഇവർക്കായിരുന്നു അല്ലെ? വലിയൊരു കൈയടി കൊടുക്കാം. മൽഹാറിന്റെ കുടുംബത്തെ വലിയൊരു കൈയടി നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. അവർ നോക്കിയപ്പോൾ സ്റ്റേജിനേക്കാളും നല്ലതാണ് കാറിലിരുന്നാൽ. അതുകൊണ്ടാണ് അറിയാൻ വൈകുന്നത്. I welcome Malhar and family to the stage. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതരാണ് നമ്മുടെ വിനോദേട്ടൻ ഫാമിലിയും അല്ലെ? വിജീഷേട്ടാണെങ്കിലും. എന്നാലും ഞാൻ ഔദ്യോഗികതയുടെ പേരിൽ മാത്രമല്ല ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. മൽഹാറിന്റെ പാരന്റ്സ് ആണ് വിനോദേട്ടനും കാർത്തികേച്ചിയും. വിനോദേട്ടന്റെ ബ്രദറാണ് വിജീഷേട്ടനും അശ്വതി ചേച്ചിയും. അവരുടെ മകളാണ് അവന്തിക. മോൾ ഫാമിലിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു സ്റ്റേജിലേക്ക്. ഒരു കൈയ്യടി കൊടുക്കാം. സെറമണിയിലെ ഭാഗമാകാനായി അശ്വതി ചേച്ചിയുടെയും കാർത്തികേച്ചിയുടെയും പാരന്റ്സിനെ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. കാർത്തിക ചേച്ചിയുടെ അമ്മയായ ശാന്തി ആന്റിനെയും രാജഗോപാൽ അങ്കിളിനെയും അശ്വതി ചേച്ചിയുടെ പാരന്റായ ജയന്തി ആന്റിനെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീകുട്ടിയെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സർപ്രൈസുകളുണ്ട്. അതായത് വിജീഷേട്ടന്റെയും അശ്വതി ചേച്ചിയുടെയും മകളായ അവന്തികയുടെ 9ാമത്തെ ബർത്ത്ഡേ കൂടാണ്. സോ നമുക്ക് ഒരു കേക്ക് കട്ടിംഗ് കൂടെ. ഓക്കെ, എല്ലാവർക്കും ഒന്ന് കൈയടിക്കാം.
അച്ഛനും അമ്മയും വേദിയിലേക്ക് ഒന്ന് വരേണ്ടതാണ് ഫോട്ടോ എടുക്കാനായിട്ട്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും മൽഹാറിന്റെയും അവന്തികയുടെയും ഫാമിലിയോടൊപ്പം ഫോട്ടോ എടുക്കാവുന്നതാണ്. അതിനുശേഷം മാത്രമേ പോകാവുള്ളൂ. അതോടൊപ്പം നമ്മുടെ ഫുഡ് അറേഞ്ച്മെന്റ്സിൽ പങ്കാളികളായതിനു ശേഷം. കുഞ്ചൂസ് പേടിച്ചോരോ വട്ടം. അശ്വതി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഇരിപ്പുണ്ട്. എവിടെ അശ്വതി?
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി എഴുതാനും മറക്കരുത് ചില കുട്ടീസ്. ഓക്കെ, ബൈ, ലവ് യു, മിസ് യു.